ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് ഇങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടുള്ള വ്ളോഗാണ്. കുറേ ആൾക്ക് കുറേ സംശയങ്ങളുണ്ട്. എന്താ പെട്ടെന്ന് നാട്ടിൽ പോകാൻ, ഒഴിവാക്കി പോകാൻ എന്താ റീസണ്? അങ്ങനെ ഒരു തീരുമാനം എന്താ ഇത്ര പെട്ടെന്ന് എടുത്തതെന്നെല്ലാം ചോദിച്ചിട്ട് കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണോ? കുട്ടികളെ മെൻ്റൽ ഹെൽത്തിനെ ഇത് പെട്ടെന്ന് നിങ്ങൾ ചേഞ്ച് ആവുമ്പോൾ അവർക്ക് മെൻ്റലി ഹേർട്ടാവും, അവർക്ക് ഇഷ്യൂസ് ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് മുന്നേ ഞാനൊരു പാൻ കേക്ക് റെസിപ്പിയാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം ഇപ്പം ഇല്ലേ, ഇങ്ങക്ക് വ്ളോഗ് കാണുന്നവർക്കറിയാം എൻ്റെ മൂത്താക്കി ഇന്നൂന് ഭയങ്കര ഇഷ്ടം പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ചെറുതിലേ. അപ്പോൾ ഓള് ചെറുതിലുള്ള സമയത്തേ ഞാൻ ഓൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇന്നിപ്പം ഞാൻ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അധികവും ഓട്സ് വെച്ചിട്ടെല്ലാം ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന ഒരു നൂഡിൽസ് പോലെയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ കുറച്ചും കൂടി നല്ല മൈദയാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യമില്ലേ, ഒരു 3 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട്, എന്നിട്ട് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട്, ഒരു മുട്ട, പിന്നെ ഒരു നുള്ള് ഉപ്പ്, പിന്നെ കുറച്ച് പാൽ. ആദ്യം ഒരു 1/2 കപ്പ് പാലൊഴിക്കുക. എന്നിട്ട് പാൽ വേണ്ടുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 1 കപ്പ് മൈദൻ്റെ അളവിനാണ് ഉണ്ടാക്കുന്നത്. ഇവർക്ക് രണ്ടാൾക്കും കൂടി 1 കപ്പ് മൈദ കൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ അധികമാണ്. അത്രേ വേണ്ടൂ. അപ്പം ഇല്ലേ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബട്ടറും മുട്ടയും ഒന്നും വലിയ തണുപ്പില്ലാത്ത എടുക്കണേ. ബട്ടറെല്ലാം നല്ല മെൽട്ടാക്കി എടുക്കണം. ഞാൻ കുറച്ച് മെൽട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പീസ് മെൽട്ടാവാൻ ബാക്കിയുണ്ടേനെ. എന്നിട്ട് അത് നല്ലോണം അടിച്ചിട്ട് പിന്നെ 1 കപ്പ് മൈദ ഇടുക. ഒരു 3/4 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുക. നല്ലോണം ഒന്ന് പൊങ്ങി വരണ ഒരു 3/4 ടേബിൾ സ്പൂൺ വേണം. ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ആക്കി കുറച്ചാലൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 3/4 തന്നെ കണക്കിനെടുത്തത്. അഥവാ പൊങ്ങിയിട്ടില്ലെങ്കിലോ. പിന്നെ കുറച്ച് കട്ടിയാണെന്ന് തോന്നിയോണ്ട് കുറച്ചും കൂടി പാലൊഴിച്ചിന്. ഇതേപോലെ ഇഡ്ഡലി മാവെല്ലാം പോലെ വേണം ഈ ഒരു ബാറ്റർ ഉണ്ടാവാൻ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ മൈദ മാവ് ഇൻട്രസ്റ്റ് ഇല്ല, കുട്ടിക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഓട്സില്ലേ നല്ലോണം ഫൈനാക്കി പൊടിച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ മൈദൻ്റെ ഒക്കെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി എടുക്കുക. മൊത്തം ഗോതമ്പ് പൊടി വെച്ച് ചെയ്താൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്കെല്ലാം കുറച്ച് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ലേ. ഇനിയിപ്പോൾ ഇല്ലേ, ഇത് ഈ ബോട്ടിലോട്ടാക്കിയിട്ട് പാന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചൂടാക്കാൻ. നന്നേ തീ കുറച്ചും വെക്കറ് കൂട്ടിയും വെക്കറ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. ഒരു മീഡിയം ചൂടാവുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, പഞ്ചസാരയിലിട്ടല്ലേ. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് തിരിച്ചിട്ട് ഇടണമെന്നൊന്നും നിർബന്ധമില്ല. ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പം തന്നെ ഇത് ബേക്ക് കുക്കാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് മാറ്റാം. പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ ചെയ്തെടുത്താൽ കുറേ ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ഒരു 2 പ്ലേറ്റ് നിറച്ചുണ്ടാവും. ഞാൻ പിന്നെ കുറച്ച് ഇക്കാക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവർക്കൊരു 2-3 പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവർക്ക് അതേ ആവശ്യം ഉണ്ടാവും. പിന്നെ ഈ പാൻ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇവർ രണ്ടാളും അടുത്ത് തന്നെ ഉണ്ടാവേ. ഇത് ആലൊഴിച്ചാണ്. ഞാൻ പിന്നെ അവരിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാലാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുക, ഇതും കൂടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞാൻ എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും ഇതേപോലെ ഞാൻ കുക്കെല്ലാം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പാൻ കേക്ക് പോലെ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അവരെയും ഇതേപോലെ കൂട്ടലുണ്ട്. നമ്മൾ വേറെ എന്ത് കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മളൊക്കെ വന്ന് കുക്ക് ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ ഗേൾസിനാണെന്ന് തോന്നുന്നു, ബോയ്സിനും ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്യാൻ. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ അവർക്ക് എത്ര സന്തോഷമാണെന്നറിയാം. എപ്പോഴും വേണമെന്നില്ല, അതെന്തായാലും നമുക്ക് നടക്കില്ല നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ. പക്ഷേങ്കിൽ എപ്പോഴെങ്കിലും എല്ലാം കിച്ചണിൽ കയറുമ്പോൾ അവരെയും കൂടി കൂട്ടാം. എന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയലില്ലേ, കുട്ടികൾ വേഗം വേഗം വലുതായി പോവും. കാലമെല്ലാം എത്ര വേഗം പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരിക്കൽ കിച്ചണിൽ ഇങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്തു നോക്കുക. അവരും ഭയങ്കര സന്തോഷമാണ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നല്ല സന്തോഷമാവും കേട്ടോ. എപ്പോഴും ഇതെല്ലാം ഒരു മെമ്മറി അല്ലേ. ഇനിയില്ലേ, ഞാൻ ഇതിലേക്ക് കുറച്ച് പഴവും, എനിക്ക് സ്ട്രോബെറിയിലിട്ടാൽ നല്ല രസമുണ്ടാവും അതിലേക്ക്, അല്ലെങ്കിൽ കിവി ഇട്ടാൽ നല്ല രസമുണ്ടാവും. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ പഴമേ ഉള്ളൂ. അപ്പോൾ റോബസ്റ്റയാണ് ഇത്. അതും ഇട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്, അല്ലെങ്കിൽ തേന്, അല്ലെങ്കിൽ മാപ്പിൾ സിറപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നൂഡിൽസ് കഴിക്കുന്ന പോലെ കുട്ടികൾ കഴിച്ചോളും. പിന്നെ ഇന്ന് ഇവർ ലാസ്റ്റ് സ്കൂളിൽ പോകുന്നതാണ്. ഈ ഒരു വർഷം
ആനുവൽ എക്സാമാണ് നടന്നുകൊണ്ട് നിൽക്കുന്നതിന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇത് ഞാൻ റംലാനിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. 1-2 ആഴ്ചയായി. പിന്നെ ഞാനിത് ഇപ്പം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇല്ലേ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇവരെ റെഡിയാക്കിയിട്ടുണ്ടേനു. കാരണം ഇല്ലേ ഞാൻ ഉറങ്ങൂല കേട്ടോ. ഇവർ സ്കൂളിലുള്ള ദിവസം നോമ്പിന് ഉറങ്ങാണ്ടാണ് നിൽക്കൽ. ഇവർ കുറച്ച് സമയം ഉറങ്ങി രാവിലെ കുറച്ച് നേരത്തെ എണീച്ചിട്ട് റെഡിയാക്കല. കാരണം അങ്കിന്ന് ഇവരെ വെച്ച് ഇവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്കില്ലേ ഇൻസ്റ്റഗ്രാമിൽ ഒരു എനിക്ക് വലിയൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടേനു. ആൾ കുറേ കാലം അബ്രോഡ് നിന്നിട്ട് കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലേനു പോലും നാട്ടിലേക്ക് പോകാൻ. അങ്ങനെ കുട്ടികളെ നിർബന്ധിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോയിട്ട് മെൻ്റലി പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ടേനു. അവർക്ക് ഡിപ്രഷൻ പോലെ ആയിട്ടുണ്ടേനു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ലോങ് മെസ്സേജ് എല്ലാം അയച്ചിട്ടുണ്ടേനു. അന്നേരം അയിത്ത പറഞ്ഞ മക്കളോട് ചോദിച്ചു നോക്കണമെന്ന്. ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാമെന്ന്. കാരണം എനിക്ക് കുറേ അങ്ങനെ കമൻസും വന്നിട്ടുണ്ടേനു, മക്കളെ ഇഷ്ടമില്ലാണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവർക്ക് നാട്ടിൽ പോകാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കലുണ്ട് എന്നെ പോലെ തന്നെയാണെന്ന്. എനിക്ക് നാട്ടിലെപ്പോൾ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം സ്കൂള് മാറ്റി ചേർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഫ്രണ്ട്സിനെല്ലാം വിട്ടു പോകുന്നതിൻ്റെ നല്ല സങ്കടമുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും നാട്ടിൽ പോകാൻ വെക്കേഷൻ ആവാൻ കാത്തിക്കല. ചില കുട്ടികളുണ്ടാവില്ലേ നാട്ടിൽ പോകാൻ വലിയ ഇഷ്ടമില്ലയെന്ന് ഞാൻ ചില പാരൻസ് പറയുന്നത് കേട്ടിന്. പക്ഷെ ഇവരങ്ങനെയല്ല കേട്ടോ. ഇവർക്ക് നാട്ടിലെപ്പം പോകാനും ഇഷ്ടം തന്നെ. നാടും ഈടിയും ഒരേപോലെ ഇഷ്ടം ഇവർക്ക്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഞാൻ കുറേ എന്തെല്ലോ പറഞ്ഞിട്ട് എല്ലാ ദിവസവും കൺവിൻസ് ചെയ്യല. പലതും പറഞ്ഞിട്ട് നാടിനെ നല്ലോണം പൊക്കി പറയലുണ്ട്, സ്കൂളിനെ പറ്റിയെല്ലാം. അതേ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനും പറ്റും. കാരണം ഇവരെ ഒന്ന് സമ്മതിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും. പക്ഷേ ഇവർക്ക് ഇവിടുത്തെ ഫ്രണ്ട്സിനെയും ഒന്നും വിട്ടു പോകാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ. അത് കുറേ കമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ കമൻസ് അല്ല, പേഴ്സണലായിട്ടും നമുക്ക് കുറേ വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുട്ടികളോടും കൂടി ചോദിക്കണം. അല്ലെങ്കിൽ ഇവിടെ മൈക്ക് ഉണ്ടാലോ. കുട്ടികളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മെൻ്റലി മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും പെട്ടെന്ന് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, കുറേ വർഷത്തിന് ശേഷം എന്നെല്ലാം പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ള എനിക്കറിയാം. കാരണം അത് ഇവർക്ക് മാത്രമല്ലേ, ആർക്കായാലും ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ഇവർക്ക് നാട്ടിൽ പോകാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇവിടുന്ന് സ്കൂളെല്ലാം ഒഴിവാക്കി നാട്ടിൽ പോയിട്ട് പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് ഇവർക്ക് ഇഷ്ടമില്ല. പിന്നെ പക്ഷെ നമുക്ക് അത് ചെയ്യാണ്ടിരിക്കാൻ എന്തായാലും പറ്റൂല. എങ്ങനെ നാട്ടിൽ പോണ്ടേ. ഞാനൊരു കാര്യം പറയട്ടെ, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യമൊന്നും ചെയ്യറ്. ഇന്നൂനാണ് ഏറ്റവും ബെനിഫിറ്റ്. ഞാൻ അവളോട് എപ്പോഴും പറയുന്ന, ഇന്നൂൻ്റെ ജൂണിൽ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവിടുന്ന് എന്തായാലും ഒരിക്കലും ജൂണിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റൂല. ജൂൺ ജൂലൈ വെക്കേഷൻ ആയതുകൊണ്ട്. നാട്ടിൽ ജൂണിൽ സ്കൂള് തുറന്ന പാടെ എൻ്റെ ബർത്ത്ഡേ എല്ലാ വർഷവും ഭയങ്കര പ്രശ്നമായി. അതാണ് ഇവളെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ നാട്ടിലെ വലിയ ഗ്രൗണ്ട്, കുറേ പിന്നെ വേറെന്നാ ഭയങ്കര അടിപൊളിയായിരിക്കും. കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. സ്കൂളിൽ കുറച്ച് സ്റ്റുഡൻസ് അല്ലേ ഉള്ളൂ. കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായാലും കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടും. കുറേ സ്റ്റുഡൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും. പിന്നെ ഒരു മെയിൻ കാര്യം, ബെസ്റ്റ് ഫ്രണ്ട് നാട്ടിലേക്ക് പോലാം. ഇവളെ ബെസ്റ്റ് ഫ്രണ്ട് നാട്ടില് ഇവളെ പോലെ തന്നെ നാട്ടിലേക്ക് എത്ര വർഷാന്ന് അറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. അതുകൊണ്ട് ഇവക്ക് വലിയ കുഴപ്പമില്ല അല്ലേ? ഇന്നോ വലിയ കുഴപ്പം തന്നെയാ. പോല അതുകൊണ്ട് കുഴപ്പമില്ല, തിരിച്ചു വരാം. എനിക്കെന്താ പ്രശ്നം? ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ ആരാ? ഏറ്റവും ബെസ്റ്റാ വേൾഡിലെ? അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും അടിപൊളിയാണ്. ഇവളെ വിചാരം ഇവളെ ടീച്ചേഴ്സ് മാത്രം അടിപൊളി, ബാക്കി എല്ലാവരും ഇപ്പോൾ വീഡിയോയിലെല്ലാം നമ്മൾ ചില വീഡിയോസിലെല്ലാം കാണില്ല കുട്ടികൾ അടിക്കുന്നത്, അതുപോലെയെല്ലാം ഉണ്ടാവുന്ന ഇവള് വിചാരിച്ചു വെച്ചിന്. അതുകൊണ്ടൊക്കെ വേറെ ടീച്ചേഴ്സ് ഒന്നും വേണ്ട, വേറെ സ്കൂള് വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ടാണ്. കുട്ടികൾ ആരും എടുക്കൂല. അപ്പൊ ഇതെല്ലാം ഇവരെ പ്രശ്നം, ഇവരെ ഫ്രണ്ട്സിനെ വിട്ടു പോകുന്നതിൽ. പിന്നെ ഇവരാകെ ഒരു സ്കൂളിലാണ് പോയിട്ടുള്ളൂ. ഇന്നോ സ്കൂൾ പോയി. ഏതല്ലോ അത് 2 ക്ലാസ് ആണ്, 2 സ്കൂളല്ല.
ഓലി ചോദിക്കുന്നു അന്റെ വേറെ സ്കൂള് എല്ലാം ഓരോരോ സ്കൂളാണ്. ഇന്നുവിന്റെ വേറെ സ്കൂള്, വേറെ വേറെ ക്ലാസ്സിനോള് പറയുന്നത്. അപ്പോൾ 5-6 വർഷമായിട്ട് സെയിം സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് മാറിപ്പോകുമ്പോഴുള്ള ആ ഒരു ടെൻഷന്, വിഷമം. പിന്നെ ഇന്നുവിൻ്റെ ഫ്രണ്ട്സ്, ഒരു ഫ്രണ്ടാണ് പോകുന്നുള്ളൂ, ബാക്കി 2 ഫ്രണ്ട്സും കൂടി ഉണ്ട് അല്ലേ. ഒരു ഫ്രണ്ട്സ് നാട്ടിൽ പോകല, അല്ല ഒരു ഫ്രണ്ട് നാട്ടിൽ പോകല, ബാക്കി 2 ഫ്രണ്ട്സ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള വിഷമം. പിന്നെ 5-6 വർഷമായിട്ട് സെയിം സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് മാറുമ്പോഴുള്ള വിഷമം ഇവർക്കുണ്ട്. രാവിലെ തന്നെ ഇല്ലേ അല്ലെങ്കിൽ യൂണിഫോമിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടാവും നല്ല ഹെവി റെയിന്. അപ്പോൾ മഴയത്ത് അംബ്രലയെല്ലാം ചൂടി സ്കൂളിൽ പോകാൻ അടിപൊളിയായിരിക്കും. ആലുവിന് പുതിയ നല്ല റെയിൻബോ കളറുള്ള അംബ്രല വാങ്ങിത്തരാം. ഓരോ കളറുള്ള മതി, നമുക്ക് ഓരോ കളറുള്ള അംബ്രല മതിയാ? പർപ്പിൾ കളറാ? ആലു സെറ്റായി. ആലു അംബ്രല വാങ്ങാന്ന് പറഞ്ഞാൽ പർപ്പിൾ ബാഗ്. ഓക്കെ, പുതിയ ബാഗ് വാങ്ങാം, പുതിയ പൗച്ച് വാങ്ങാം. ഞാൻ പോവാ നാട്ടിലത്തെ സ്കൂള് പോവാ. ഓള് റെഡി ആയി പോവാൻ. ഇന്ന് റെഡി ആയിട്ടില്ല. നീ റെഡി ആയിട്ടില്ലല്ലോ. നിന്റെ ഒരു ബർത്ത്ഡേ വന്ന് നീ റെഡി ആവും. ഓക്കെ. പിന്നെ നല്ല അടിപൊളി മാം ആയിരിക്കും നാട്ടിലെ. നിന്റെ ഇവിടുത്തെ മാമിനേക്കാൾ അടിപൊളി മാം ഉണ്ട്. ഓപ്പോസിറ്റ്. സത്യം. നാട്ടില് പിന്നെ കുറേ ക്ലാസ് ഉണ്ടാവണേ. എങ്ങനെയാ അറിയവാ? സെയിം ഡിവിഷൻ പീരിയഡ്സ് അല്ല ഞാൻ പറയുന്നത്. സെയിം ടൈം സെയിം തന്നെ, പക്ഷെ ഈവനിങ് വരെ, മോർണിംഗ് ടു ഈവനിങ് വരെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് കുറേ ഡിവിഷൻ സെയിം അവേഴ്സ്, EFG അങ്ങനെ വരെ എല്ലാം ഉണ്ടാവും. കുറേ ഡിവിഷൻസ് ഉണ്ടാവും. ഡിവിഷൻ ചൂസ് ചെയ്യാം. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വൈ വരെ ഒന്നും ഡിവിഷൻ ഉണ്ടാവില്ല. ഒരു ABCDEF ഡിവിഷൻ ചൂസ് ചെയ്യാം നമുക്ക്. ഡിഫറെന്റ് ഡിവിഷൻ ഒന്നും സ്പെഷ്യൽ ഒന്നും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, നിന്റെ ഒരു ഫ്രണ്ട് നിന്റെ ഡിവിഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അവര് സ്കൂൾ ചൂസ് ചെയ്തില്ല നമുക്ക് ഡിവിഷന്. എല്ലാം ഡിവിഷൻ അറിയില്ല. ഏറ്റവും ഏറ്റവും ബുദ്ധിയുള്ളവര് ഏല, അങ്ങനല്ലേ? പിന്നല്ലാണ്ട് നമ്മള് ഡിവിഷനിൽ എല്ലാ കുട്ടികളും എല്ലാ ഡിവിഷനിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ബുദ്ധിയുള്ളവര് ഏല്. അങ്ങനെ ലാസ്റ്റ് അടിയായിട്ടാണ് ഞാൻ വീഡിയോ എൻഡ് ചെയ്തത്. കാര്യമില്ല, ഞാനിങ്ങനെ പോകേണ്ടതും കുറേ ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞ് ഇവരെ മനസ്സ് മാറ്റാൻ നോക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം പിടിക്കുക, എന്നിട്ട് നമ്മൾ അടിയാവും. വീഡിയോയിലും ഞാൻ അത്ര നൈസൊന്നുമല്ല വീഡിയോ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂടാവുന്നുണ്ടേനെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിയാവുമെല്ലാം ചെയ്യുക. അങ്ങനെ പിന്നെ ഇതാ ഒരു 7 മണി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളിതാ പോകല സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൂടുതലും ഞാൻ തന്നെയാണ് കൊണ്ടാക്കൽ. പക്ഷെ ഞങ്ങൾക്ക് ചില സമയത്ത് കൊണ്ടാക്കാൻ മടിയാട്ടോ. ആ സമയത്ത് ഞാൻ ഇക്കാനെ വിളിക്കലുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് അത്രയേ പോകാനുള്ളൂ. പിന്നെ ലാസ്റ്റ് നോമ്പിൻ്റെ ടൈമിലെല്ലാം ഞാൻ തന്നെയാണ് കൊണ്ടാക്കൽ. കാരണം ഇക്ക കുറച്ച് നേരത്തെ കിടക്കൂട്ടാ. ചില സമയത്ത് ഞാൻ പിന്നെ സുബൈ നിസ്കരിച്ച പാട്, നേരത്തെ എന്ന് പറഞ്ഞാൽ സുബൈ നിസ്കാരം കഴിഞ്ഞ പാട് കിടക്കും. അതാണ് നേരത്തെ. അല്ലാണ്ട് അതിനേക്കാളും നേരത്തെ ഒന്നും കിടക്കലില്ല. ഞാൻ സുബൈ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതി കഴിഞ്ഞ് ഇവരെ വിളിച്ച് ഇവരെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ടാണ് പിന്നെ ഉറങ്ങൽ. ഒരു 8 മണിയെല്ലാം ഉറങ്ങാൻ. നോമ്പിന് ഫുള്ള് ഉൾട്ടയാണ്. രാത്രി മൊത്തം ഉറങ്ങാണ്ടും രാവിലെ ഉറങ്ങലും സുഖമാണ്. പക്ഷെ ഞാൻ വിചാരിക്കും നോമ്പിന് നമുക്ക് പ്രതിഫലം കിട്ടുന്ന കുറയുന്നു. കാരണം നമ്മൾ വിശപ്പൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇതാ ഇവരെ ഞാൻ ഡ്രോപ്പ് ചെയ്ത്, എനിക്കിതിപ്പം ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് എന്തെല്ലോ ഒരു മിക്സഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുള്ള ഈ ഒരു സ്കൂളിലെല്ലാം പോവും. ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂള് ഇന്നുവിൻ്റെയും ചെയ്തിട്ടുണ്ട്, ആലുവിൻ്റെയും വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പണ്ട് കുറേ വർഷമായില്ല. ഇന്നുവിൻ്റെ ചെയ്തിട്ട് 5-6 വർഷമായിട്ടുണ്ടാവും. ആലുവിൻ്റെ ഈ അടുത്ത് ഇത്ര വേഗം ആലേ കുട്ടികൾ KG എല്ലാം കഴിഞ്ഞ്, ആലു KG കഴിഞ്ഞ്, LKGയും UKGയും കഴിഞ്ഞ്. ആലു ഫസ്റ്റ് സ്കൂളിൽ പോകുന്ന വ്ളോഗ് ഞാനാ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അത്രയും വേഗം കഴിഞ്ഞ പോലെ ഉണ്ട്. ഞാനില്ലേ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടേനു കേട്ടോ. പിന്നെ ഇക്കാക്ക് രാവിലെ എണീച്ച് ഷോപ്പിൽ പോകണ്ടല്ലേ, അതുകൊണ്ട് ആണ് ഞാൻ റമദാൻ്റെ സമയത്ത് കൊണ്ടാക്കൽ. ഞാൻ പിന്നെ നല്ലോണം കിടന്നുറങ്ങും ഇനി പകൽ.
പിന്നെ ഞാൻ ഇവരെ രണ്ടാളെയും വീഡിയോ ഷൂട്ട് ചെയ്ത് അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ രണ്ടാളെ ഇങ്ങനെ ഇരുത്തി സംസാരിക്കുന്ന വീഡിയോ ഒന്നും ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോകലാന്ന് പറഞ്ഞ വ്ളോഗിൽ അതിൻ്റെ അടിയിൽ വന്ന നൂറുകണക്കിന് മെസ്സേജസ് ഉണ്ടായിരുന്നേ. അതിൽ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ മെസ്സേജസിന് റിപ്ലൈ ചെയ്യാനാണ് വന്നത്. എത്ര മെസ്സേജാണെന്നറിയാം എനിക്ക് വന്നേ. എനിക്ക് തോന്നുന്നു എന്നെക്കാളും സങ്കടം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഇവിടെ ഒമാൻ ഒഴിവാക്കി പോകുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര ചോദ്യങ്ങൾ വന്നിനെന്നറിയാം. എന്തിനാ മൊത്തത്തിൽ ഒഴിവാക്കി പോകുന്നത്? ഇടയ്ക്ക് നാട്ടിൽ പോയി നിന്ന് വന്നാൽ പോരെ, അല്ലെങ്കിൽ കുറച്ച് മാസം വെക്കേഷന് പോയി വന്ന് നിന്നാൽ പോരെ, നിങ്ങൾ ലൈസൻസ് എടുത്തല്ലേനാ, പിന്നെ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ടാണോ, ജീവിക്കാനുള്ള ചിലവ് കൂടുതലായതുകൊണ്ടാണോ, ഇക്കാൻ്റെ ജോലി നാട്ടിലേക്ക് മാറ്റിയോ, അങ്ങനെ അത്രയും കൂടുതൽ മെസ്സേജസ്. പിന്നെ കുട്ടികളെ പഠിത്തത്തിൻ്റെ കാര്യം കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എല്ലാത്തിനുള്ള റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇല്ലേ, ഞാൻ കോമൺ ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിനേനെ. എന്നിട്ട് ഒരു 10-20 എണ്ണം മൊത്തത്തിൽ റിപ്ലൈ ചെയ്യാൻ പറ്റൂലല്ലോ. എനിക്ക് ഒന്ന് 300-ലധികം ക്വസ്റ്റ്യൻസ് മീൻസ് കമൻസ് ഉണ്ടേനു. ഞാൻ അധികം പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല ഇതെടുത്ത് വെച്ച്. പിന്നെ പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങളോട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ അധികം പ്രിപ്പയർ ചെയ്യേണ്ടതൊന്നും വരലില്ലാന്ന് തോന്നുന്നു. എന്നാൽ ഉള്ള അങ്ങനെ തന്നെ അങ്ങ് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിനെ. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സ്ഥലം മാറിയിട്ട് ഇവിടെ വന്നിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നുള്ളേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച കമൻറ്റ് വായിക്കാം. ഇതാണ് കൂടുതൽ നമുക്ക് വന്നത്. അയ്യോ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോകല്ലേ, മക്കൾസിൻ്റെ സ്കൂള് അവിടെ തന്നെയാണ് നല്ലത്, സേഫുമാണ്, നാട്ടിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മടുപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമൻറ്റിന് താഴെയില്ല വേറൊരു ഫോളോവർ കമൻറ്റ് ചെയ്തിന്, അത് നിങ്ങൾ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നതാ, അബ്രോഡാണ് മടുപ്പ്, അല്ല അത് നിങ്ങൾ അബ്രോഡ് നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നതാ, അബ്രോഡാണ് മടുപ്പ്, നാട് മടുക്കൂലെന്ന്. പിന്നെ അങ്ങനെ തന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ശ്യാമ ഇപ്പോൾ തീരുമാനം മാറ്റണ്ട, പക്ഷേ നിങ്ങൾക്ക് നാട് സെറ്റാവുമെന്ന് തോന്നില്ല, കുട്ടികളെ പഠിപ്പ് എന്തായാലും സെറ്റാവില്ല, അതുപോലെ തന്നെ അവിടുത്തെ പോലെ എന്തായാലും സെറ്റാവില്ല എന്ന്. ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ. ഇങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് 100-ലധികം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടൂല, കുട്ടികളെ പഠിത്തം സെറ്റാവില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചിന്, പിന്നെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നി നമ്മളെല്ലാവരുടെയും പെട്ടെന്ന് സെറ്റാവൂലേ. നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു കാര്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും കുറച്ച് കാലം അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ സെറ്റാവൂലേ. പ്രത്യേകിച്ച് മനുഷ്യന്മാർ വേഗം എല്ലാത്തിനോടും എല്ലാം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ടൈപ്പല്ലേ. എനിക്ക് അങ്ങനെയാണ് തോന്നലേ. നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടെ ഇഷ്ടപ്പെടില്ല, പക്ഷെ പിന്നെ നമ്മളവിടെ താമസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാവില്ലേ. ഞാൻ നാട്ടിൽ പോകുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞ്, പുറത്ത് പോയാലും നമ്മൾ അബ്രോഡെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് കാലം എന്തോ സെറ്റ് ആവാത്ത പോലെ പിന്നെ പെട്ടെന്ന് സെറ്റ് ആവില്ലേ. അതിനെ പറ്റി നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലേ. പക്ഷെങ്കിൽ കുട്ടികളെ സ്കൂളിൻ്റെ കാര്യം ഞാൻ ആദ്യം ഈ മാറ്റം ഉണ്ടാവുണ്ട്, കുറേ കാലം വേറെ ഏത് സ്കൂളിലും ഇതുവരെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടേനു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറയുക, നാട്ടിലെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്. എനിക്കറിയില്ല ഇന്നും ആലും ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് അവർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർ ഒരു എന്തിൻ്റെ ഒരു ഉള്ളിൽ ഉള്ള പോലെ ഫീലാന്ന് എനിക്ക് തോന്നൽ. കുറച്ചും കൂടി വൈഡായിട്ട് ഉള്ള ഒരു ചിന്തിക്കാനോ അങ്ങനെയൊന്നും ഒരു കഴിവുണ്ടെന്ന് തോന്നില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനുണ്ട്. പിന്നെ അതെല്ലാവരും പറയുന്ന കേൾക്കലുണ്ട്. എല്ലാ കാര്യത്തിലും നാട്ടിൽ സ്കൂളിൽ പഠിച്ച കുട്ടികൾ കുറച്ചുകൂടി സ്മാർട്ടായിരിക്കുന്നു. കാര്യം കുറേ കുട്ടികളിടയ്ക്ക് പഠിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ആ ഒരു എന്താണെന്നും നമുക്കറിയില്ല, അങ്ങനെ പറയുന്ന കേൾക്കലുണ്ട്. അത് എനിക്കും ഫീൽ ആവലുണ്ട്. പക്ഷെങ്കിൽ ഇവർ സെറ്റാവുമായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്നറിയാം, ഈടെ അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയാം, അവർ പെട്ടെന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും നല്ലോണം. അത് നല്ല സെറ്റായിട്ട് പഠിക്കും. അതിൻ്റെ കാരണം ഇവിടുന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, ഇവർക്ക് അതിനുള്ള ചാൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള. അതിപ്പോൾ നമ്മളെ മക്കളെ ക്ലാസ്സിൽ മലയാളീസ് ആയിരിക്കില്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവുക. അപ്പോൾ പല ഭാഷക്കാരും ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവുമ്പോൾ ഇവർ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആലു ഒരു വ്ളോഗിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആലു എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത്, എൻ്റെ രണ്ടാമത്തെ ആൾ. അപ്പോൾ അത് ഞാൻ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നതോ അല്ലാതെ ഓട്ടോമാറ്റിക് അവർ സ്കൂളിൽ
സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷെല്ലാം നല്ലോണം ഓക്കെ ആവും. ഇപ്പോൾ നമ്മളൊന്നും ചെറുതിൽ പഠിച്ച പോലെ ഗ്രാമർ പഠിച്ചിട്ടോ അങ്ങനെയൊന്നും ഇവർക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവർ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് അവർ അത് പഠിച്ചെടുക്കുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, മാഷാ ആലു ഇംഗ്ലീഷ് പറയാൻ പഠിച്ചത് സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ റൂമിൽ നിന്ന് സംസാരിക്കാറുണ്ടോയെന്ന്. പിന്നെ ഷാമി മോളെ സ്പോക്കൺ ഇംഗ്ലീഷ് എവിടുന്നാണ് പഠിച്ചത് ഒന്ന് പറയോ പ്ലീസ്. മോൾക്ക് വേണ്ടിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണോ പ്ലീസ് റിപ്ലൈ, സ്കൂളിൽ നിന്നാണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആലു എങ്ങനെയാണ് സംസാരിക്കാൻ പഠിച്ചതെന്ന്. അപ്പോൾ അത് അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ആ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ട്. കാരണം ഇംഗ്ലീഷ് ഓക്കെ ആയിരിക്കും അവരെ. അപ്പോൾ അതും എനിക്ക് തോന്നലുണ്ട് ഈ ഒരു കണക്ഷൻ വിട്ടു പോകുമെന്ന്. കാരണം അങ്ങനെ തോന്നലുണ്ട്. അല്ലാണ്ട് വേറൊന്നും നമുക്ക് നാട്ടിലുള്ള പഠിത്തം മോശമാണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ലേ. അപ്പോൾ അതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ സ്കൂളിലും ഒരുവിധം എല്ലാ സ്കൂളിലും അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നില്ലേ, ടീച്ചേഴ്സായാലും എല്ലാം സൂപ്പറല്ലേ. പിന്നെ എനിക്ക് ഒമാനിൽ ഉള്ള വ്ളോഗാണ് ഇഷ്ടം. അങ്ങനെ കുറേ ആൾ എന്നോട് പറഞ്ഞിനെ ഒമാനിൽ നിന്നുള്ള വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണെന്ന്. പിന്നെ തീരുമാനമെടുക്കുമ്പോൾ നല്ലോണം ആലോചിച്ച് തീരുമാനിക്കൂ. കുട്ടികളോടും കൂടെ തീരുമാനം ചോദിക്കണം. ബിക്കോസ് അവർ മെൻ്റലി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇതെനിക്ക് എൻ്റെ മോളെയും കൊണ്ടുണ്ടായ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെയെല്ലാം കമൻറ്റ് വന്നുകൊണ്ടും നമുക്ക് പേഴ്സണലി കുറേ ആൾ മെസ്സേജ് അയച്ചുകൊണ്ടും എല്ലാന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട ഇന്നും ആലും സംസാരിക്കുന്ന കാര്യം അവരോട് ഇപ്പോൾ ചോദിച്ചാൽ അവർക്ക് വേണ്ടാന്നേ പറയൂ. പക്ഷേങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അവർ നാട്ടിൽ പോയാൽ ഞാൻ എപ്പോഴും പറയും, സൂര്യനുമായിട്ടൊരു കരാർ വെക്കല, എല്ലാ വെയിലും നമ്മൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങും, പിന്നെ വൈകുന്നേരമൊക്കെ വരും. അങ്ങനെ നാട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ സ്കൂള് മാറുന്ന മാത്രം അവർക്ക് വിഷയം. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ലൈസൻസ് ഒക്കെ എടുത്തതല്ലായിരുന്നു, പെട്ടെന്ന് എന്തിനാ നാട്ടിൽ പോകുന്നത്. പിന്നെ വേറെ അങ്ങനെ തന്നെ ഒരു കമൻറ്റ് ഉണ്ട്. ഇത് ഞാൻ വായിക്കുന്ന ടോണൊന്ന് കേട്ടോക്കണേ. എന്തൊക്കെയായിരുന്നു ഡ്രൈവിങ് ലൈസൻസ്, ഇപ്പോൾ എല്ലാം ഞാനിതിങ്ങനെ അങ്ങനെ ആയിരിക്കൂല ചിലപ്പോൾ ആൾ റൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഹംദാന ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, എന്തൊക്കെയായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ എല്ലാം പോയില്ലേന്നായിരിക്കും. പക്ഷേങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടില്ല നാട്ടിൽ പോകണമെന്ന്. ഇനിയിപ്പോൾ നാട്ടിൽ പോയാലും ഇങ്ങോട്ട് തിരിച്ചു വരും ഇൻഷാ അല്ലാ. പിന്നെ പോകാനുള്ള കാരണം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, എന്താണ് റീസൺ നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടി? പിന്നെ ഇത് പറഞ്ഞുതരാം. മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ, നാട്ടിൽ സെറ്റിൽ ആവാൻ റീസൺ എന്താണെന്ന്. റീസൺ വീട് പണി എടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ വീട് പണി എടുക്കുന്നതുകൊണ്ട് എന്തിനാ മൊത്തത്തിൽ നാട്ടിൽ ഒഴിവാക്കി പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വീട്ടിൽ കൂടുതലുണ്ടാവാമെന്നൊരു ഐഡിയ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇയറിൽ തന്നെ കൂടാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ ലാസ്റ്റത്തെ പണികൾ കഴിയണമെന്നില്ലല്ലോ. അപ്പോൾ ഇന്ന മാസം പോയി നമുക്ക് വീട്ടിൽ കൂടാമെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മാസമാണെങ്കിൽ ഇവർക്കിവിടെ സ്കൂള് വെക്കേഷൻ ജൂൺ ജൂലൈ വരുന്നത്. അപ്പോൾ ജൂൺ ജൂലൈ ചിലപ്പോൾ പറ്റൂലായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ആയിരിക്കും, ഡിസംബറിലായിരിക്കും, ചിലപ്പോൾ അടുത്ത വർഷം ഫസ്റ്റ് ആയിരിക്കും. പക്ഷെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അന്നേരം നമ്മൾ വിചാരിച്ച് നമുക്ക് നാട്ടിൽ സെറ്റിലാവാം, എന്നാൽ വീട് പണി എപ്പോൾ കഴിയുന്നോ അന്നേരം കൂടാലോ. ഇതിപ്പോൾ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, കുട്ടികളെ പഠിത്തം പ്രശ്നം തന്നെയാണ്. തോന്നുമ്പം 2-3 മാസം പോയി നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ച് നാട്ടിൽ പോകാമെന്നുള്ളത്. പിന്നെ കാരണം ഈ ലാസ്റ്റ് സ്റ്റേജെല്ലാം ആകുമ്പോൾ ഇപ്പോൾ ഇൻറ്റീരിയർ ഡെക്കോറെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട്ടിലില്ലെങ്കിൽ ശരിയാവില്ല. കാരണം നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും നാട്ടിൽ പോകണം. പിന്നെ ഇക്കാക്ക് അങ്ങനെ വരാൻ പറ്റില്ല. അപ്പം ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ ഇക്കയോ നാട്ടിൽ പോകണം. അപ്പോൾ ഇക്കയുടെ എന്നിട്ട് ഞാൻ നാട്ടിൽ പോകാമെന്ന് അതാ തീരുമാനമായ. കാരണം രണ്ടാളും ഇല്ലെങ്കിൽ എന്തായാലും ശരിയാവില്ല. പിന്നെ അപ്പോൾ അതാണ് നാട്ടിൽ പോകാനുള്ള റീസൺ. ഇനിയിപ്പോൾ എപ്പോഴും നാട്ടിൽ നിൽക്കുമോ എന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ സെറ്റിലായിട്ടുണ്ടെങ്കിൽ ആടെ സെറ്റിലാവും, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് വരും. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങൾക്ക് ഒമാനിലെ വ്ളോഗ്സ് എല്ലാം കാണാം. ആ സമയത്ത് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് 1 വർഷം കൂടി നിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ 2 വർഷം നിൽക്കും. അങ്ങനെ
ഇങ്ങോട്ട് തിരിച്ച് വരാണ്ടിരിക്കണം നമുക്ക് പ്ലാനില്ല. ഇൻഷാ അള്ളാ 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് വരണമെന്നാണ് നമ്മളിപ്പോൾ നമുക്ക് ആഗ്രഹം. ഇപ്പം 1 വർഷം മക്കളെ സ്കൂളിൽ പഠിപ്പിക്കാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അറിയില്ല, ചിലപ്പോൾ 2 വർഷമാവും, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാ നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ വേറെന്താ, അപ്പോൾ അതാണ് കേട്ടോ റീസണ്. വീട് പണി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിലാണുള്ള വീട് പണി. നമുക്ക് ഇപ്പോൾ ഡെക്കോർ, ഇപ്പോൾ ഫർണിച്ചർ ചെയ്യുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ ഫർണിച്ചറെല്ലാം ചെയ്യൂലേ, ഇനി അതാണ് അടുത്ത പണിയുള്ളത്. നമുക്കിപ്പോൾ കട്ടിലുണ്ടാക്കൽ, വാർഡ്രോബ് ഉണ്ടാക്കൽ, അങ്ങനെ അതെല്ലാം ഇപ്പോൾ വീട്ടിൽ പണിയുള്ളത് കേട്ടോ. നമ്മളെ ഫ്ലോറിംഗ് എല്ലാം കഴിഞ്ഞ്. ഞാൻ ഇൻഷാ അള്ളാ മെയ് 20th അങ്ങനെ ഞാൻ പോവും. കാരണം നാട്ടിൽ സ്കൂൾ തുറക്കാൻ നോക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, നാട്ടിൽ ജൂൺ 1 അല്ലേ തുറക്കുക. അപ്പോൾ മെയ് ലാസ്റ്റ് ഒരു 25 എല്ലാം ആകുമ്പോൾ ഞാൻ പോവും ഇൻഷാ അള്ളാ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായതുകൊണ്ടാണോ പോകുന്നത്, അങ്ങനെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് പറയാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാനത് പറയാൻ മറന്നുപോയതാ. കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായത് കൊണ്ടല്ല, അൽഹംദുലില്ലാ, ഇപ്പോൾ അതുകൊണ്ടല്ല നമ്മൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ ഇതെല്ലാം കാരണം. ഇൻഷാ അള്ളാ നമ്മൾ തിരിച്ചു വരും. ഞാൻ പറഞ്ഞ പോലെ 1 വർഷമെല്ലാം കൊണ്ട് തിരിച്ച് വരണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ, ഒമാൻ വ്ളോഗ്സ് മിസ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഞാനും മിസ് ചെയ്യും. ഇവിടുന്ന് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതെല്ലാം ഞാനും മിസ് ചെയ്യും. പിന്നെ ഇൻഷാ അള്ളാ ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന ടൈമിലും ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ, പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഞാൻ വ്ളോഗ് ചെയ്യുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അന്നേരം കാണാം. പിന്നെ ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 1.5 മാസം കൂടി ഉണ്ട്. പിന്നെ വേറെന്നാ, എൻ്റെ ഇവിടുത്തെ പാത്രങ്ങൾ, ഇവിടുത്തെ ഫേർണിച്ചേഴ്സ് എല്ലാം, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെല്ലാം നാട്ടിലോട്ട് കൊണ്ടുപോകുന്നെല്ലാം കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. ഞാനൊന്നും നാട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ വെക്കല. കാരണം നമ്മൾ റൂം ഒഴിവാകുന്നില്ല. ഇൻഷാ അള്ളാ എപ്പോഴെങ്കിലും തിരിച്ച് വന്നിട്ട് വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമും എല്ലാം കാണാൻ പറ്റും ഇൻഷാ അള്ളാ. അപ്പോൾ എത്രയെല്ലാം തന്നെ ഉള്ളൂ വിശേഷങ്ങൾ, എല്ലാം തന്നെ ഉള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.